ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന LDC എക്സാം എഴുതുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ 4 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിഷൻ LDC പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പെട്ടെന്ന് തന്നെ തുടങ്ങുവാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത് ലോക്സഭാ ഇലക്ഷന് കേരളത്തിലെ പോളിംഗ് ശതമാനം എത്രയാണെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നാളെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്താണ് പറഞ്ഞത്? 18ാമത് ലോക്സഭാ ഇലക്ഷന് കേരളത്തിലെ പോളിംഗ് ശതമാനം 71.27 ആണ് കേട്ടോ. 71.27% 18ാം ലോക്സഭാ ഇലക്ഷന് കേരളത്തിലെ പോളിംഗ് ശതമാനം. അപ്പോൾ കേരളത്തിലെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇന്ത്യയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുമ്പോൾ 65.79%. അപ്പോൾ കേരളത്തിലെ 18ാം ലോക്സഭാ ഇലക്ഷൻ്റെ പോളിംഗ് ശതമാനം എത്രയാണ്? 71.27%. അതുപോലെ തന്നെ ഇന്ത്യയിലെ പോളിംഗ് ശതമാനം 65.79%. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലമാണ് വടകര മണ്ഡലം കേട്ടോ. 78.41%. അപ്പോൾ നാളെ വർക്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ഏതാണ്? വടകര. അത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, കാരണം അവിടെയായിരുന്നു ഏറ്റവും വലിയ പോരാട്ടം നടന്നത്. നമുക്കറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. KK ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലുമായിട്ടുള്ള ഭയങ്കര പോരാട്ടം അവിടെ ആയിരുന്നു നടന്നത്. നമ്മുടെ കേരളത്തിലെ ലോക്സഭ ബാക്കിയുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഷാഫി പറമ്പിലാണ് ജയിച്ചത്. അപ്പോൾ അതുകൂടെ ഓർത്ത് നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ഏതാണ്? വടകര മണ്ഡലം, 78.41%. അപ്പോൾ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? പത്തനംതിട്ടയാണ്. 63.37%. പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ 18ാമത് ലോക്സഭാ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? വടകര. കേരളത്തിലെ ഏറ്റവും കുറവ് പത്തനംതിട്ട. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134ാം സ്ഥാനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. 2024 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. അപ്പോൾ ഒന്നാം സ്ഥാനം ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാമത് ആരാണ് വന്നത്? സ്വിറ്റ്സർലൻഡ്. അപ്പോൾ കുറച്ച് സൂചികളുടെ പെട്ടെന്ന് നോക്കിപ്പോവാം. സന്തോഷ സൂചികയിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അപ്പോൾ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാമത് വന്നത് നമുക്കറിയാം, ഫിൻലൻഡ് ആണ് ഒന്നാമത് വന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാമതാണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയുടെ സ്ഥാനം 7ാമത്. ഒന്നാമത് വന്നിരിക്കുന്ന ആരാണ്? ഡെൻമാർക്കാണ്. പിന്നെ പത്രസ്വാതന്ത്ര്യം ഇന്ത്യ 159 ആണ് കേട്ടോ. ഇന്ത്യയുടെ റാങ്കിങ് പത്രസ്വാതന്ത്ര്യത്തിലെ ഇന്ത്യയുടെ സ്ഥാനം 159. ഒന്നാം സ്ഥാനം ആരാണ്? നോർവേ ആണ് കേട്ടോ. ഒന്നാം സ്ഥാനം നോർവേ. ലിംഗസമത്വത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 129. ഒന്നാമതാരാണ്? ഐസ്ലൻഡ് ആണ്. പിന്നെ സമാധാനം ആരാണ്? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116 ആണ് സമാധാനം. അതുപോലെ തന്നെ ലോക ടെററിസം ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 14ാമതാണ് കേട്ടോ. അതോടെ ഓർത്തോളാം. ലോക ടെററിസം റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 14ാമതാണ്. ഒന്നാമത് ആരാണെന്ന് വന്നതെന്ന് ചിലപ്പം BSc ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചേഞ്ച് ആയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനായിരുന്നു. അത് മാറി ഇപ്പോൾ പുതിയൊരു ദ്വീപ് രാഷ്ട്രം വന്നിട്ടുണ്ട്, ബുർക്കിന ഫാസോ കേട്ടോ. അപ്പോൾ ടെററിസം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു, ഇപ്പോൾ മാറി ബുർക്കിനോ ഫാസോ ആണ്. 2024 ബുർക്കിനോ ഫാസോ ആണ് ടെററിസം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ടെററിസം റാങ്കിങ്ങിൽ എത്രയാണ്? 14ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. അതുകൂടെ ഓർത്ത് നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു പോകാം. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാമത് വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ്. സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാമത് ഫിൻലൻഡ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമത് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ 7ാമത്. ഒന്നാമത് ഡെൻമാർക്ക്. പത്രസ്വാതന്ത്ര്യം 159. ഇന്ത്യയുടെ സ്ഥാനം 159. ഒന്നാമത് നോർവേ. ലിംഗസമത്വം ഇന്ത്യയുടെ സ്ഥാനം 129 കേട്ടോ. 129 ലിംഗസമത്വത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാമത് ഐസ്ലൻഡ്. സമാധാനത്തിൽ 116 ആണ് ഇന്ത്യയുടെ സ്ഥാനം. സമാധാനത്തിൽ 116. ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 14ാമതാണ്. ടെററിസം ഇൻഡെക്സിൽ ആദ്യം വന്നിരിക്കുന്നത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ബുർക്കിനോ ഫാസോയാണ് ടെററിസം ഇൻഡെക്സിലെ ഒന്നാം സ്ഥാനം കേട്ടോ. അതൊരു ദ്വീപരാഷ്ട്രമാണ്. പിന്നെ ഗ്ലോബൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യ, ഫ്രാൻസ് ആണ്. നാളത്തെ എക്സാമിന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ഫ്രാൻസും. മറക്കല്ല. പിന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആരാണ്? ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. കഴിഞ്ഞ മാസം നടന്നൊരു എക്സാമിന് പ്രശാന്ത് ബാലകൃഷ്ണൻ. കാര്യം എന്താണ്?
പ്രശാന്ത് ബാലകൃഷ്ണൻ നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഒരു നടിയുടെ ഭർത്താവാണ് കേട്ടോ, നിലവിലെ ഭർത്താവാണ് അവരുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമ ശ്രദ്ധയൊക്കെ വളരെയധികം ആകർഷിച്ചാലും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ഫ്രാൻസ്. പിന്നെ ഗഗൻയാൻ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ജഗത് പ്രകാശ് നദ്ദ കേട്ടോ, JP നദ്ദയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇങ്ങനെയാണ്, ജഗത് പ്രകാശ് നദ്ദ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മുടെ 31 നടന്ന എക്സാമിന് കേന്ദ്രമന്ത്രിമാരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ നാളെ നടക്കുന്ന എക്സാമിന് കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതപ്പം കേന്ദ്രമന്ത്രിമാരുടെ എല്ലാ ക്ലാസ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനിലും പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ വലിച്ചു വാരി പറയുന്നില്ല. മെയിനായിട്ട് ചോദിക്കുവാൻ ചാൻസ് ഉള്ളത് 2 പറയാം, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം, അതുപോലെ തന്നെ മനോഹർലാൽ ഖട്ടർ ഏതൊക്കെയാണ്? ഭവനം, വൈദ്യുതി, ഊർജ്ജ സംരക്ഷണമാണ് വരുന്നത്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. നമ്മൾ പഠിച്ചതാണ്, വിദ്യാഭ്യാസം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം കേട്ടോ. ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദയാണ്, JP നദ്ദയാണ്. പിന്നെ ആഭ്യന്തരം അമിത്ഷായാണ്. പിന്നെ എന്താണ് വിദേശകാര്യം ഡോക്ടർ S ജയശങ്കറാണ്. ധനകാര്യം ആരാണ്? നിർമ്മല സീതാരാമനാണ്. പിന്നെ നമ്മുടെ തൊഴിൽ അതുപോലെ തന്നെ യുവജനകാര്യം കായികം ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. പിന്നെ പാർലമെൻ്ററി കാര്യം കിരൺ റിജിജുവാണ്. പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷം കിരൺ റിജിജുവാണ്. പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന മന്ത്രി ആരാണ്? ജ്യോതിരാദിത്യ സിൻഹയാണ് കേട്ടോ, അതുകൂടെ ഓർത്ത് വെക്കണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സൗര പദ്ധതിയായ ആദിത്യ L1ൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണ്? K സുബ്രഹ്മണ്യനാണ്. നമ്മൾ ആദിത്യ L1ൻ്റെ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വലിച്ചു വരി പറയാത്തത്. അപ്പോൾ ഇന്ത്യയുടെ സൗര പദ്ധതിയായ ആദിത്യ L1 പദ്ധതിയുടെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആരാണ്? K ശങ്കര സുബ്രഹ്മണ്യനാണ് വരുന്നത് കേട്ടോ. പിന്നെ പ്രൊജക്ട് ഡയറക്ടർ ആരൊക്കെയാണ്? നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദിത്യ L1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം ഏതാണ്? സ്മാർട്ടാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. റാങ്ക് മേക്കിംഗ് കറണ്ട് അഫയർ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം ഏതാണ്? സ്മാർട്ടാണ്. സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റൻ്റ് റിലീസ് ഓഫ് ടോർപിഡോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം ഏതാണ്? സ്മാർട്ടാണ് കേട്ടോ, സ്മാർട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 തങ്ങളുടെ രാജ്യത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. നമ്മളിതെല്ലാം ന്യൂസിൽ കണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഒരു ക്വസ്റ്റ്യനോടാണ് കേട്ടോ ഇത്, ഈ ഒരു കറണ്ട് അഫയർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. 2023 തങ്ങളുടെ രാജ്യത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട രാജ്യം ഏതാണ്? മാലിദ്വീപാണ് കേട്ടോ, മാലിദ്വീപുമായിട്ട് നമ്മൾ ഇന്ത്യയുമായിട്ട് ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നേരം പത്രമൊക്കെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. 2023 തങ്ങളുടെ രാജ്യത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ട രാജ്യം ഏതാണ്? മാലിദ്വീപ് കേട്ടോ, മാലിദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന പാമ്പിൻ്റെ കൊത്തുപണി കണ്ടെടുക്കപ്പെട്ട പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന പാമ്പിൻ്റെ കൊത്തുപണി കണ്ടെടുക്കപ്പെട്ട പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രസിഡന്റ് ആരാണ് നിലവിലെ? സഞ്ജയ് കുമാർ മിശ്ര കേട്ടോ, സഞ്ജയ് കുമാർ മിശ്ര. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രസിഡന്റ് ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര കേട്ടോ, സഞ്ജയ് കുമാർ മിശ്ര. പിന്നെ പ്രധാന പദവികൾ നോക്കിയിട്ട് പോകണം, ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താത്ത. പ്രധാന പദവികളുടെയൊക്കെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് പ്രധാന പദവികളൊക്കെ പഠിക്കാൻ പാടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. നമ്മൾ വളരെ കോഡ് രീതിയിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്, അതിനകത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയർ സീരിയസ് ക്ലാസ്സിലാണ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രസിഡന്റ് ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര കേട്ടോ. പിന്നെ 2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മുംബൈ സിറ്റി FC ആണ് കേട്ടോ, മുംബൈ സിറ്റി FC. 2023-24 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മുംബൈ സിറ്റി FC കേട്ടോ, മുംബൈ സിറ്റി. പിന്നെ 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഷീലയാണ് കേട്ടോ. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഷീലയാണ് കേട്ടോ. പിന്നെ 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാരാണ്? ഹമീദ ബാനു ആണ്, ഹമീദ ബാനു. പിന്നെ സ്വദേശാഭിമാനി കേസരി അവാർഡ് ആർക്കാണ് കിട്ടിയത്?
നിലവിൽ 2024 SR ശക്തിധരനാണ്. നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിന് കൊടുക്കുന്നതാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ്. അപ്പോൾ നിലവിലെ 2024 സ്വദേശാഭിമാനി കേസരി അവാർഡ് ലഭിച്ച ആർക്കാണ്? SR ശക്തിധരൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മികച്ച സമുദ്ര സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പം ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മികച്ച സമുദ്ര സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് ആന്ധ്രാപ്രദേശാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക്സ് സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഭുവനേശ്വർ. നമ്മുടെ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക്സ് സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലഡാക്കിൽ സൈനിക ബറ്റാലിയൻ കമാൻഡർ ആകുന്ന ആദ്യ വനിത ഏതാണ്? കേഡൽ ഗീത റാണയാണ് കേട്ടോ. ലഡാക്കിൽ സൈനിക ബറ്റാലിയൻ കമാൻഡർ ആകുന്ന ആദ്യ വനിത ഏതാണ്? കേഡൽ ഗീത റാണയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വാണിജ്യ MCU അതായത് മൈക്രോ കൺട്രോൾ യൂണിറ്റ് ചിപ്പ് ഏതാണ്? സെക്യൂർ ലോട്ടാണ് കേട്ടോ. സെക്യൂർ ലോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റാങ്ക് മേക്കിംഗ് ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് കറണ്ട് അഫെയർ ആയിരിക്കും. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ MCU മൈക്രോ കൺട്രോൾ യൂണിറ്റ് ചിപ്പ് ഏതാണ്? സെക്യൂർ ലോട്ടാണ്. സെക്യൂർ ലോട്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നൂതന സമീപന സംരംഭമായ സ്കൂൾ ഓൺ വീൽസ് കേട്ടോ. സ്കൂൾ ഓൺ വീൽസ് ആരംഭിച്ചത് എവിടെയാണ്? മണിപ്പൂരിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നൂതന സംരംഭമായ സ്കൂൾ ഓൺ വീൽസ് ആരംഭിച്ചത് എവിടെയാണ്? മണിപ്പൂർ. സ്കൂൾ ഓൺ വീൽസ്, മണിപ്പൂർ. കണക്ട് ചെയ്തോ. പിന്നെ അടുത്തത്, ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ഏതാണ്? ബാംബി ബക്കറ്റ് പ്രവർത്തനങ്ങൾ. നമ്മൾ കാട്ടുതീയാകുമ്പോൾ ബക്കറ്റ് വേണമല്ലോ, ബക്കറ്റ്. അപ്പോൾ ബാംബി ബക്കറ്റ് പ്രവർത്തനങ്ങളാണ് ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ. അടുത്തത്, 2024 ലോക തണ്ണീർത്തട ദിനത്തിൽ എന്നാണ്? ഫെബ്രുവരി 2 അറിയാലോ. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പോൾ പ്രമേയങ്ങളൊന്ന് നോക്കിയിട്ട് വേണം. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അതുപോലെ തന്നെ നമ്മുടെ ലോകാരോഗ്യ ദിനത്തിൻ്റെ 2024 പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ പ്രമേയങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കിയാൽ മതി. അടുത്തത്, 2024 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം നടന്ന എവിടെയാണ്? പെർത്ത്. ഓസ്ട്രേലിയയിലെ പെർത്തി വെച്ചാണ് 2024 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം നടന്നത്. പെർത്ത്, ഓസ്ട്രേലിയ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ. നമ്മുടെ കോഴിക്കോടിലെ മാനാഞ്ചിറ, നമ്മുടെ കോഴിക്കോടിലെ മാനാഞ്ചിറയിലാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് കേട്ടോ. അടുത്തത്, മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഏത് മന്ത്രാലയമാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. പിന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് ഉജ്ജയിനി, മധ്യപ്രദേശ് കേട്ടോ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് കേട്ടോ. പിന്നെ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ഒഡിയാസിസ് ആണ്. അമേരിക്കയിലെ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് കേട്ടോ. സ്വകാര്യ പേടകം. അപ്പോൾ അമേരിക്കൻ കമ്പനിയായ ഒഡിയാസിസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. അതുപോലെ തന്നെ 2024 അന്താരാഷ്ട്ര പപ്പറ്റ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. അന്താരാഷ്ട്ര പപ്പറ്റ് ഫെസ്റ്റിവൽ നടന്നത് ചണ്ഡീഗഡിലാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 94% കേട്ടോ. സാക്ഷരതാ നിരക്ക് എത്രയാണ്? 94%. പിന്നെ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കച്ചദ്വീപ് ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ് കേട്ടോ. പിന്നെ KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? ദ്യുതി പദ്ധതി കേട്ടോ. ദ്യുതി. അപ്പോൾ KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി ഏതാണ്? ദ്യുതി പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് 4 LDCയുമായിട്ട് ബന്ധപ്പെട്ട 4 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാക്സിമം കണ്ടിട്ട് എല്ലാവരും പോകാൻ ശ്രമിക്കാവൂ. നമ്മൾ 4+5 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് LDCയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നാളെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോവൽ പ്രൈസ് നോക്കണം, പ്രധാന പദവികൾ നോക്കണം, കേന്ദ്രമന്ത്രിമാർ നോക്കണം, പിന്നെ ആദിത്യ 11 എക്സ്പോസാറ്റ്, പിന്നെ ചന്ദ്രയാൻ 3 തുടങ്ങിയതൊക്കെ നോക്കിയിട്ട് പോകണം. പിന്നെ നമുക്ക് ഇനി ഏതാണ് നോക്കാനുള്ളത്? പിന്നെ നമ്മുടെ അവാർഡ്സ് കാര്യങ്ങൾ നോക്കണം, വേദികളും കാര്യങ്ങളും നോക്കണം, പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും
നല്ലൊരു എക്സാം നാളെ എഴുതാൻ സാധിക്കട്ടെ. അത് കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പോയിന്റിലോട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. പരീക്ഷ വളരെയധികം എളുപ്പമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഉള്ള കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളൊന്ന് ജസ്റ്റ് സംശയമുള്ളതൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ പഠിക്കാൻ പാടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കേന്ദ്ര മന്ത്രിസഭയുടെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണുക. അതുപോലെ തന്നെ ആദ്യത്തെ എൽവൻ്റെ എല്ലാം ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ 4 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസും പ്ലസ് 5 ഇന്നത്തെയോടെ കൂട്ടി 5 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് മാക്സിമം കാണാൻ ശ്രമിക്കുക. 5 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ. അതുപോലെ തന്നെ വേറെ പറയാനുള്ള, നാളെ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ അനാലിസ് ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ, എക്സാം കഴിഞ്ഞതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. താങ്ക് യു ഓൾ.